അബ്ദിന്റെ മുരീദാകാൻ, അബ്ദിന്റെ താല്പര്യം ഉണ്ടാകുമ്പോൾ മഅബൂദിന്റെ മുരീദാകാൻ കഴിയില്ല. അബ്ദിന്റെ മുരീദ് തന്നെ ആയിരിക്കും. വളരെ ചിന്തിക്കണം. അടിസ്ഥാന കാരണം സുഖങ്ങളും സൗകര്യങ്ങളുമാണ്. പണം മനുഷ്യനെ നശിപ്പിക്കുന്നത് പണം, സമ്പത്താണ്. മാ അഖ്ശ അലൈക്കുമുൽ ഫഖ്റ, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നത് എനിക്ക് പേടിയില്ല, നിങ്ങൾ റബ്ബിനെ മറക്കൂല. വലാകിന്നി അഖ്ശ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ, നിങ്ങൾക്ക് ദുനിയാവ് തുറന്നു കിട്ടുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദുനിയാവ് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ റബ്ബിനെ ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല. ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല. റബ്ബിനെ ഓർമ്മ ഉണ്ടാവില്ല. നമ്മളെ താല്പര്യം വളരെ നമ്മൾ എന്നൊരാളില്ല. ആവശ്യമൊക്കെ മേശൻ്റെ കാർപ്പൻ്റർ ആവശ്യമെല്ലാം കഴിഞ്ഞ് ഒരു 10-25 കൊല്ലം 35-45 കൊല്ലം മേശ ഉള്ള പണി മുഴുവനും ലാട്ട് കണക്കിന് കിൻഡൽ കണക്കിന് സാധനങ്ങളൊക്കെ ഏറ്റിപ്പിടിച്ച് നിന്നതിന് ശേഷം വയസ്സായപ്പോൾ ഒരു ലീവ് ചോദിക്കുകയാണെങ്കിൽ അതൊരു രസമുള്ള കാര്യമാണ്. അപ്പോൾ മാന്യനായ ഉടമക്കാരൻ വിചാരിക്കും ചെയ്യും, എന്ത് ഇപ്പോൾ പയതുമല്ല, ഇപ്പോൾ മൂപ്പർക്കും വയ്യാതായി, മേശക്ക് പൂതലായി തുടങ്ങി, ഇനിയിപ്പോൾ വല്ലാതെ ഉപയോഗിക്കേണ്ട, ആരെങ്കിലും അതിൻ്റെ പുറത്ത് കയറി കുത്തിരിക്കാൻ എന്നാൽ വിചാരിച്ചാൽ പറയും ഇത് വല്യാപ്പാൻ്റെ കാലത്തെ മേശ ഇരിക്കല്ലേ. അപ്പോൾ അതിന് ആശാര്യനെ സംരക്ഷിക്കും. മനസ്സിലായോ പറഞ്ഞത്? പരിഗണിക്കേണ്ടത് ഇത് മേശ ഉണ്ടാകുന്നതോട് കൂടെ പറക്കുക. മേശക്ക് താല്പര്യമുള്ളൂ, ആശാര്യൻ്റെ താല്പര്യം നോക്കണില്ല. നമുക്കെല്ലാവർക്കും നമുക്ക് സുഖമില്ല, നമുക്ക് പനിയാണ്, നമുക്ക് ദോഷമാണ്, ഇതാണ് നമ്മളെ പ്രശ്നം. നമുക്ക് സിഹറാണ്, നമ്മളെ കച്ചവടം നന്നാവണില്ല, നമ്മളെ കുട്ടികളെ കെട്ടിച്ചിട്ടില്ല, നമ്മളെ കുട്ടിക്ക് മാർക്ക് കിട്ടിയിട്ടും ജോലി കിട്ടിയിട്ടില്ല, ജോലി കിട്ടിയിട്ട് ശമ്പളം കൂടി കിട്ടിയിട്ടില്ല, ആ കുട്ടിക്ക് പേരുണ്ടായിട്ടില്ല, മകനല്ല പുതിയണ്ണിനെ കിട്ടിയിട്ടില്ല, മകക്കല്ലേ പുതിയാപ്പിളെ കിട്ടിയിട്ടില്ല. ഇതല്ലേ നമ്മളെ പ്രശ്നം. ഞാൻ ആദ്യം എജ്ജുണ്ടായിട്ടല്ലേ, എജ്ജുണ്ടെങ്കിലോ വേഗം കുരുവിൻ്റെ അവിടെ നീന്തിക്ക്. ഇപ്പം മേശ പോയിട്ട് എന്തുണ്ടായിട്ടില്ല, മരം ഉണ്ടായിട്ടില്ല, ഏതോ കുരുവാണ്. ആ കുരുവിൻ്റെ മരം ഏതാണെന്ന് അറിയില്ല. എന്നിട്ട് ഇതൊക്കെ ഈ രൂപത്തിലാക്കി തന്ന റബ്ബിൻ്റെ താല്പര്യത്തിലേക്ക് പോകുക. റബ്ബിൻ്റെ താല്പര്യം സുഖാണെങ്കിലും അവർക്ക് സുഖമാണ്, ദുഃഖാണെങ്കിലും അവർക്ക് സുഖമാണ്. എന്തുകൊണ്ട്? ഈ വസ്തു ആരുടെ താല്പര്യത്തിലാകുമ്പോൾ? ഉണ്ടാക്കിയവൻ്റെ താല്പര്യത്തിലാകും. നമുക്ക് താല്പര്യം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് താല്പര്യമുണ്ടായാൽ നന്നാകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ്റെ പൂർണ്ണത റബ്ബിൻ്റെ താല്പര്യമാണ്, വേറെ താല്പര്യമില്ല. റബ്ബിന്റെ താല്പര്യത്തിൽ ലയിച്ച അബ്ദിനെ ശുദ്ധീകരിക്കൽ റബ്ബ് ചെയ്യും. ബലില്ലാഹു യുസക്കി മയ്യശാ, അല്ലാഹു തആല നന്നാക്കി തരും. നമുക്ക് നിസ്കരിക്കാം, നന്നാക്കാൻ കഴിയില്ല. നോമ്പ് വിൽക്കാം, നന്നാക്കാൻ കഴിയില്ല. നിസ്കരിച്ച് നോമ്പ് വെച്ച് നന്നാവുമെന്ന് ഒരുത്തനും വിചാരിക്കേണ്ട. ഈ ലോകത്ത് നടക്കാത്ത കാര്യമാണ്. നിസ്കരിച്ച് നോമ്പ് വെച്ച് ഒരാൾ നന്നാവില്ല. നന്നായോല് നിസ്കരിക്കും, നന്നായോല് നോമ്പ് വിൽക്കും. നിസ്കരിച്ചതുകൊണ്ട് നന്നാവില്ല. നിസ്കാരം നല്ലവരും നിസ്കരിക്കും, നല്ലതല്ലാത്തവരും പറയും. എന്തിനാ നിങ്ങൾക്ക് വിചാരാണ്? നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? ഫവൈലുൽ മുസല്ലീൻ, നരകത്തേക്ക് പോകേണ്ടവർ നിസ്കരിക്കുന്നു അള്ള പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്കൊരു ഇടങ്ങറെന്തിനാ? നിസ്കരിച്ചോനെയും നരകത്തിനെ ഉണ്ടാക്കിയോനാണ് പറഞ്ഞത് ഫവൈലുൽ മുസല്ലീൻ. ചില നിസ്കാരക്കാരൊക്കെ നരകത്ത് പോവും. നിങ്ങൾക്ക് എന്തിനാ വിചാറ്? പോയിക്കോട്ടെ, നിങ്ങൾക്ക് വിഷമല്ല. നരകം പഠിച്ചോൻ തന്നെ പറഞ്ഞത്. കുറച്ച് നിസ്കാരക്കാർ എവിടേക്ക് പോവും? എന്തിനെ നോക്കി പേടിപ്പിക്കണം പഠിച്ചോനെ? പറയും മനുഷ്യന്മാരെ, നരകം ഉണ്ടാക്കിയോനാ പറഞ്ഞ കുറെ നിസ്കാരക്കാർ എവിടെ പോവും? നന്നായോര് നരകത്ത് പോകും എന്നൊരായത്ത് ഖുർആനിലില്ല. നിസ്കരിച്ചോര് പോകുന്നുണ്ട്. നിസ്കരിച്ചോര് നരകത്ത് പോകും. അവനെ നിസ്കരിച്ചിട്ടേ ഉള്ളൂ. റബ്ബിന്റെ താല്പര്യം അവർക്ക് താല്പര്യമല്ല. ചിന്തിക്ക്. നിസ്കരിച്ചൂടാണ് നന്നായി നമ്മൾ വിചാരിക്കുന്നത്. നിസ്കാരം ഒരു കർമ്മമാണ്. മോശപ്പെട്ടവർ നിസ്കരിക്കും. ഫവൈലുൽ മുസല്ലീൻ. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നന്മ അല്ലാഹുവിനെ അറിയലും അല്ലാഹുവിന്റെ ഉദ്ദേശം അറിയലുമാണ്. എന്നെ കൊണ്ട് എന്താ എൻ്റെ റബ്ബിന്റെ ഉദ്ദേശം? ഓരോക്കും ഓരോ ഉദ്ദേശം ഇരിക്കും. എൻ്റെ റബ്ബിന്റെ ഉദ്ദേശം അറിയാം. കച്ചവടത്തിൽ പൈസ കൊടുത്തു, അപ്പോൾ കച്ചവടം പൂട്ടി. നമ്മൾ പടച്ചോനെ കുറ്റം പറയും, മറ്റവന് കച്ചവടം. നമ്മളോ നാട്ടുകാരുടെ മുന്നിൽ വയലെന്ന് പറയുന്നത് ഞാൻ പൈസ എടുത്ത് കച്ചവടത്തിന്. കച്ചവടം 3-ാം ദിവസം പൊട്ടിന് മാത്രമല്ല, കൂടിയ ഓൻ്റെ കച്ചവടം പൊട്ടി. എൻ്റെ വർക്കത്തോണ്ട് ഓൻ്റെ കച്ചവടം കൂടി ഇല്ലാതെ ഓനല്ലെങ്കിൽ കച്ചവടത്തിന് പോയിക്കൊണ്ടിരിക്കേന്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വയലൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടാക്കി. ഞാൻ ഓനോട് പറഞ്ഞ് കച്ചവടത്തിന് ഇനിയും കൂട്ടുമോ?
അപ്പോൾ ഇവൻ എന്ത് വിചാരിച്ച് മൂല്യർക്കാക്ക കൂടിയ ബർക്കത്ത് കൂടും വിചാരിച്ചിട്ട് ഇനി കൂടി കൂട്ടി. എൻ്റെ ബർക്കത്തോണ്ട് 3-ാം മാസം അവൻ്റെ കച്ചവടം പുകിട്ട്. എന്തുകൊണ്ട് 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 എന്തുകൊണ്ട്? അതെ, റബ്ബ് എന്നോട് ചെയ്ത അനുഗ്രഹമാണ്. എന്തുകൊണ്ട്? നിനക്കിതിന് പോകേണ്ട ആവശ്യമില്ല. ഇതിന് പോയാൽ നിൻ്റെ പണി മുടങ്ങും. അപ്പം റബ്ബിൻ്റെ ഇറാദത്ത് റബ്ബിനെ പറ്റി പറയലാണ്, റബ്ബിനെ പറ്റി അറിയലാണ്. കച്ചവടത്തിന് പോയാൽ റബ്ബിനെ പറ്റി പറയാൻ നേരം ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പം കുരുത്തക്കടാണ് എൻ്റെ കച്ചവടത്തിൽ തന്നെ. ആ കുരുത്തക്കട മറ്റോനും കൂടി പറ്റി അത് പോകിട്ട്. മനസ്സിലായ? സത്യത്തിൽ അവൻ കച്ചവടം വലുതാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായത്? ആരാ കുട്ടി പറയടാ. മൂല്യർക്കാക്കാൻ്റെ പൈസ നല്ലതല്ലേ? പൈസക്ക് നല്ല, പക്ഷെ ഇറാദത്ത് നല്ലതല്ല. മൂല്യർക്കാക്കാക്ക് വലിയ വലിയ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് വലിയ കച്ചവടക്കാരനായി വലിയ മറ്റേ എന്താ പറയുക സൂട്ട് കേസൊക്കെ ഇട്ട് ഇടക്കിടക്ക് ദുബായ്ക്കും എന്താ ആംസ്റ്റർഡാമൊക്കെ അങ്ങനെ ജർമ്മനിയും മറ്റും ഇങ്ങനെ പാഞ്ഞിങ്ങനെ വലിയ കച്ചവടക്കാരനായി നടക്കണം എന്നാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ കരിപ്പൂരും ദുബായിലൊക്കെ മൂല്യർക്കാക്ക ഇടക്കിടക്ക് കാണാറുണ്ട്. അപ്പോൾ മൂല്യർക്കാക്കും പൂട്ടിയായി എന്ത് എനിക്കും അങ്ങനെ തന്നെ ആയാൽ തിരക്കടില്ല. അത് റബ്ബിൻ്റെ ഇറാദത്തല്ല, ഇൽമിൻ്റെ ഇറാദത്ത്. നസ്റുൽ ഇൽമി ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടുള്ള അറിവിനെ പരത്തലാണ്. അതാണ് മൂല്യരെ കൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചത്. അപ്പം ഈ കച്ചവടം പൊട്ടിക്കും. മനസ്സിലായോ പറഞ്ഞത്? ഇങ്ങനത്തെ മൂല്യരെ കൂട്ടിയാൽ കച്ചവടം പൊട്ടും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? വളരെ ചിന്തിക്കുക. റബ്ബിൻ്റെ ഇറാദത്താണ് കണ്ടത്. കച്ചവടം പൊട്ടി, അൽഹംദുലില്ലാഹ്. കച്ചവടം പൊട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ പോകും. മനസ്സിലാവും? എല്ലാ കച്ചവടം ഉണ്ടാകാനുള്ള പൊട്ടാൻ കച്ചവടം പൊട്ടി ചില കച്ചവടങ്ങൾ പൊട്ടണം. അപ്പോൾ മനുഷ്യന്മാർക്ക് അന്തം വരും. വളരെ ചിന്തിക്കുക. റബ്ബിന്റെ ഇറാദത്താണ് കണ്ടത്. റബ്ബിന്റെ ഇറാദത്ത് മാത്രം, വേറൊന്നും. റബ്ബിന്റെ ഇറാദത്ത് നടക്കണം. അതിലെന്താ? അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ ഇവൻ റബ്ബിനെയും റബ്ബിന്റെ ഇറാദത്തിനെയും പഠിച്ചു. റബ്ബിനെ പഠിക്കൽ എന്നാൽ റബ്ബിന്റെ ഇറാദത്തിനെ പഠിക്കലാണ്. എന്താ റബ്ബിന് എന്നെ കൊണ്ടുള്ള ഉദ്ദേശം? നാഫിയ ഇൽമ പഠിക്കുക. പഠിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് തലയെ കയറുന്നുണ്ട്. ഓഹോ, പിന്നെയോ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട്, അതനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചില ആളുകളെ കൊണ്ട് അല്ലാഹുവിന് അതല്ല ഉദ്ദേശിക്കുക. നല്ല കച്ചവടക്കാരാവും, നിങ്ങളൊന്ന് സക്കാത്ത് കൊടുക്കും, സ്വതക്ക കൊടുക്കും, അവനെ കൊണ്ട് നാട് നിലനിൽക്കും എന്നാണ് അല്ലാഹു അവനെ കൊണ്ട് ഉദ്ദേശിക്കുക. ചില ആളുകൾ 2 ദിവസം 4 ദിവസമൊക്കെ ദർസിൽ വരും, പിന്നെ പെരിയിൽ പോയിരിക്കും, പിന്നെ പൂളൊക്കെ ഇളക്കും, വായ ഉണ്ടാക്കും, പൂളുണ്ടാവും. അൽഹംദുലില്ലാഹ്. ഈ പൂളി വായ ഉണ്ടാകലും അത് റബ്ബിൻ്റെ ഇറാദത്ത. അതുണ്ടായാലേ മനുഷ്യന്മാർക്ക് കൂടെ ജീവിക്കാൻ കഴിയും. അത് അതിൻ്റെ ഖൈറാണ്. അവനെ കൊണ്ടുള്ള ഇറാദത്ത് അതാണ്. മനസ്സിലായോ? ചില ആളുകളൊക്കെ ഇറാദത്ത് കച്ചവടമാണ്, ചില ആളുകളെ കൊണ്ട് ഇറാദത്ത് നാഫിയ ഇൽമ പ്രചരിപ്പിക്കലാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. റബ്ബിന്റെ ഇറാദത്ത് റബ്ബി എന്ന ലക്ഷ്യത്തിൽ എന്നിലൂടെ നടക്കണം. എനിക്ക് താല്പര്യങ്ങളില്ല, എനിക്ക് താല്പര്യം ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? മേശക്ക് താല്പര്യം ഉണ്ടാകാൻ പാടില്ല. മേശക്ക് താല്പര്യം ഉണ്ടോ? മിണ്ടാൻ വയ്യാത്ത ബുദ്ധിയില്ലാത്ത സാധനല്ലേ എന്ത്? ഈ മേശക്ക് പോലും സ്വയം താല്പര്യമില്ല. അവിടെ കിടക്കും, ഇവിടെ കിടക്കും, അവിടെ കിടക്കും, വെയിലത്തിടെ കിടക്കും, മയറ്റിടെ കിടക്കും. അതിൻ്റെ ഉടമക്കാരൻ്റെ ഉദ്ദേശമാണ് അതിൻ്റെ ഉദ്ദേശം. നമ്മളോ ഉടമക്കാരൻ്റെ ഉദ്ദേശം നമുക്ക് സൈഡ് ബിസിനസ്സാണ്. നമുക്ക് നമ്മളെ ഉദ്ദേശം ഉടമക്കാരൻ്റെ ഉദ്ദേശമല്ല. ഉടമക്കാരൻ്റെ ഉദ്ദേശമല്ലാത്ത കാലത്തോളം നിങ്ങൾ 364 ദിവസം കുത്തിമറിഞ്ഞാലും നന്നാവില്ല. ആദ്യം നമ്മൾക്ക് എവിടേക്ക് പോകണം? പറ റബ്ബിൻ്റെ ഇറാദത്തിലേക്ക് തിരിച്ചു പോകണം. മനസ്സിലായില്ലേ? റബ്ബ് എന്ന ലക്ഷ്യത്തിലേക്ക് തിരിച്ചു പോകണം. അല്ലാത്ത വേറെ ഉദ്ദേശം നമ്മളെ കൊണ്ട് അല്ലാഹു തആലക്കില്ല. ഇപ്പോൾ 11 വയസ്സായ കുട്ടി ഹജ്ജ് കഴിഞ്ഞപ്പോൾ ഹജ്ജ് കഴിഞ്ഞപ്പോൾ ഇതാ കുട്ടിക്ക് റബ്ബിനെ പറ്റി പഠിക്കണമെന്ന ഉൾക്കടം നേരത്തെയുള്ള ആഗ്രഹം വർദ്ധിച്ചു. പിന്നെ കുട്ടി പുറകോട്ട് പോയി. കുട്ടി പുറപ്പെടാൻ വേണ്ടി ഉമ്മയോട് സമ്മതം ചോദിച്ചു. അന്ന് കുട്ടിക്ക് 11 വയസ്സാണ്. ഇതിനെ പോണെന്ന് അള്ളാഹിനെ പറ്റി പഠിക്കണം, അള്ളാഹിന്റെ ദീൻ പഠിക്കണം. പോട്ടെ, പോയിക്കോ. ഉമ്മ ചോദിച്ചോ ഇത്ര പൊണ്ണ ഇജ്ജി എവിടേക്ക് പഠിക്കാൻ പോകണം? എവിടേക്ക്? ഏട്ടനും കൂടി ഏതെങ്കിലും ദർസിൽ കൊണ്ട് ഏൽപ്പിച്ചോ? ഇല്ല. അങ്ങനത്തെ ദർസുകളുണ്ടോ? അതുമില്ല. ഇന്നത്തെ പോലെ നാടാകെ മൂല്യന്മാരോ ഒന്നുമില്ലല്ലോ. അവസാനം മക്കയിൽ നിന്ന് ഉമ്മയും ജ്യേഷ്ഠനുമായി പിരിഞ്ഞു. പിന്നെ കുട്ടി ഒറ്റക്കൊറ്റക്ക് വന്ന് മലയും കയറി അപ്പുറത്ത് വന്നപ്പോൾ മിനയിൽ കാഫിലക്കൂട്ടമുണ്ട്. കാഫിലക്കൂട്ടത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ്? ഞങ്ങൾ മദീനയിലേക്കാണ്. അവിടെ ദർസുണ്ടോ? ഉണ്ട്. എന്നാ ഞാനും പോരുന്നുണ്ട്. എന്നാ കുട്ടിക്ക് 11 വയസ്സാണ്. മനസ്സിലായോ? ആ കുട്ടിക്ക് അല്ലാഹു തുറന്നു കൊടുത്തു. ആ കുട്ടി 54-ാമത്തെ വയസ്സ് മരിക്കുമ്പോൾ ലോകത്തിന്റെ ഇമാമ അതാണ് ഇമാം ശാഫിഈ.
ഒരു ഷാഫി ഇമാമിനെ മാത്രം പഠിച്ചാൽ മതി. അത് പഠിച്ചാൽ തീരില്ല. ഞാൻ അള്ളാഹുവിനെ തേടി ഇറങ്ങി എല്ലാവരും വിട്ട് എങ്ങോട്ടെന്നില്ലാതെ യാത്ര തുടങ്ങിയപ്പോൾ എൻ്റെ മുഖത്ത് ഒരു മീശ രോമമില്ലാന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. ഒരു മീശ. ഞാൻ അള്ളാഹിനെ തേടി ഇറങ്ങിയതാണ്. നമ്മക്ക് മടി പേടിയുണ്ടോ എൻ്റെ വീട്ടിനെ ചെന്നായി പിടിക്കോ? ഇല്ല. ആര് സംരക്ഷിക്കും? അള്ളാഹ് കൂടെ വരി. നമ്മളാണെങ്കിൽ ആയിക്കോട്ടെ, എന്നാൽ എവിടെയും ദർസ് കൊണ്ടേ ചേർക്കുക. ഇതെവിടെ പോയി നമുക്കൊരു വിവരം വേണ്ടേ? പിന്നെ കൊല്ലങ്ങൾ അനവധി കഴിഞ്ഞിട്ടാണ് ഉമ്മൻ്റെ അടുത്തേക്ക് തിരിച്ചിരുന്നത്. ഉമ്മാക്ക് വേവലാറ്റുണ്ടോ? ഇല്ല. കാരണം അള്ളാഹിനെ പഠിക്കാൻ പോയതാ. ഒരു ആബിദിനെ കൊണ്ട് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അള്ളാഹിനെ പറ്റി അറിയലാണ്. മനസ്സിലായോ? 2 ആഴ്ച കാഫിലയുടെ കൂടെ പോയി മദീനയിലെത്തി. സിയാറത്ത് ചെയ്ത് നേരെ ദർസിൽ പോയിരുന്നു. ദർസിന്റെ വേക്കിലായിരുന്നു. അപ്പോൾ ഉസ്താദ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഉസ്താദ്. അപ്പോൾ എന്ത് ചെയ്തു? എല്ലാ കുട്ടികളുടെ കയ്യിലും പല ജാതി എഴുത്താണികളും മറ്റുണ്ട്. ഈ കുട്ടി യാത്രക്കാരനല്ലേ, ഒന്നുമില്ല. അപ്പം എന്ത് ചെയ്ത് പറഞ്ഞു കേട്ട് അതിർപ്പമായ വിവരങ്ങളാണ് അതെല്ലാം ഉമിനീരെടുത്തിട്ട് കയ്യിലെഴുതി. ഇടക്കിടക്ക് ഉസ്താദ് ഇങ്ങനെ നോക്കും. വേക്കിലൊരു കുട്ടി ഇരുന്നിട്ട് ഉമിനീരുകൊണ്ട് കയ്യിലെഴുതി കളിക്കുക. ഇവിടെ വലിയ ദർസ് നടക്കുക. ഉസ്താദ് അപ്പോഴൊന്നും മുണ്ടിയില്ല. കാരണം മുസ്തഫ റസൂലുള്ളാഹിന്റെ മഹത്വം പറയുന്ന ദർസ ഇതിനിടയിൽ മുണ്ടാൻ പാടില്ല. ദർസ് കഴിഞ്ഞ് എല്ലാ കുട്ടികളും ദർസിൽ നിന്ന് ദർസിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ബാക്കിലിരിക്കുന്ന പുതിയ കുട്ടിയെ വിളിച്ചു. ഞാൻ ഗസ നിവാസിയാണ്, ഞാൻ ഫലസ്തീനിയാണ്. എവിടുന്ന വരുന്നു? ഞാൻ മക്കത്തുനിന്നാണ് വരുന്നു. ജയലാണ്, ഞാൻ ഖുറൈശാണ്. أنا أتحدث بحديث رسول الله وأنت تلعب بريقك. ഞാൻ ഹദീസ് ഓതി വായിക്കുക. ഉമിന്തിരികൊണ്ട് കളിക്കുക. നിനക്ക് ഈ സദസ്സിൽ എങ്ങനെ കളിക്കാൻ തോന്നി? അപ്പോൾ പറഞ്ഞു, മഹാനവർകളെ, ഞാനിവിടെ വന്നു ദർസിൽ എനിക്ക് അത്ഭുതം തോന്നി. അപ്പോൾ ഒമാക്കാൻ കലമുൻ, എൻ്റെ കയ്യിൽ ഒരു എഴുത്താണിയോ ഒരു എഴുതാൻ പറ്റിയ സാധനമോ ഇല്ല. പിന്നെ ഞാൻ എൻ്റെ വിരൽ കൂടി കൊണ്ട് എൻ്റെ വിരൽ എഴുതിയതാണ്, എൻ്റെ കൈവെള്ളയിൽ എഴുതിയതാണ്. അപ്പോൾ മുദരിസനെ അത്ഭുതപ്പെട്ടു. രക്ഷപ്പെടാൻ വേണ്ടി പറയേ, നിന്റെ ഉമിനീരെടുത്ത് കയ്യിലെഴുതി. ഒരു ദർസിൽ മണിക്കൂർ കണക്കിന് പറഞ്ഞാൽ എഴുതി, ഉമിനീരെടുത്ത് എഴുതി. അത് വായിക്ക്. കൈ എങ്ങനെ വെച്ചു ആ ദർസ് മുഴുവനും അങ്ങനെ നോക്കി വായിച്ചു. ആരാ അത്ഭുതപ്പെട്ടത്? മാലിക് ബിൻ അനസ്, മാലിക് ഇമാം. എന്തുകൊണ്ട്? കുട്ടി വായിച്ചത് ആർക്ക് വേണ്ടിയാണ്? കുട്ടി യാത്ര ചെയ്തത് അള്ളാഹുക്ക് വേണ്ടിയാണ്. മനസ്സിലായില്ലേ? കുട്ടി വന്നത് അള്ളാഹുവിൽ നിന്നാണ്. കുട്ടി പോകുന്ന അള്ളാഹുലേക്കാണ്. കുട്ടി സഞ്ചരിക്കുന്ന അള്ളാഹിന്റെ കൂടെയാണ്. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്കുക, വളരെ ചിന്തിക്കുക. ചില്ലറ കാലം കഴിഞ്ഞു. പിന്നെ ഇറാഖിലേക്ക് യാത്ര പോയി മദീനയിൽ നിന്ന്. അന്ന് ഇറാഖിലെ മുദ്രിസ് അബൂ യൂസുഫാണ് റളിയല്ലാഹു അൻഹു. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു ദർസാണ്. അബൂ യൂസുഫ് കുട്ടിയുടെ മഹത്വം മനസ്സിലാക്കി. ഒട്ടകത്തിൽ ബഗ്ദാദ് പട്ടണം മുഴുവനും കുട്ടിയെ ചുറ്റിക്കാൻ കൽപ്പിച്ചു. ആ രാത്രി അബൂ യൂസുഫിന്റെ വീട്ടിൽ താമസിച്ചു റളിയല്ലാഹു അൻഹു ഈ കുട്ടി. പിന്നീട് അബൂ യൂസുഫിന്റെ ദർസിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അതിനിടയിൽ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു കൊടുത്ത ഒരു ഫത്വയിൽ തെറ്റി. കുട്ടിക്കന്ന് 10-13 വയസ്സാവണേ ഉള്ളൂ. ഫത്വ തെറ്റിയിട്ടില്ല. തെറ്റിയെന്ന് കുട്ടി പറഞ്ഞു. ആ ഫത്വ തെറ്റാണ്. ഫത്വ തെറ്റാണെന്ന് ആരെന്നോട് പറഞ്ഞു. പറഞ്ഞു ആ ഫത്വ തെറ്റാണ്. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ വീട്ടിലൊരു കിതാബുണ്ട്, ആ കിതാബിലുണ്ട് ഫത്വ തെറ്റാണ്. എൻ്റെ വീട്ടിൽ കിതാബുണ്ടെന്നോ? ഒരു കിതാബുണ്ട് അബൂ യൂസുഫിൻ്റെ വീട്ടിൽ, ആ കിതാബിലുണ്ട് ഈ ഫത്വ തെറ്റാണെന്ന്. അപ്പോൾ അബൂ യൂസുഫ് ദേഷ്യം പിടിച്ചു. ഒന്ന്, ഈ വീട്ടിലേക്ക് വരുന്ന ഒരാളല്ല ഈ കുട്ടി, തൻ്റെ വീട്ടിലെ കിതാബാണ്. അങ്ങനെ കിതാബ് കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. കിതാബ് കൊണ്ടുവന്നു, പറഞ്ഞതുപോലെ വായിച്ചു. കുട്ടി പറഞ്ഞാൽ ശരി, എൻ്റെ ഫത്വ തെറ്റാ. അപ്പോൾ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ കിതാബിൽ അങ്ങനെ ഉണ്ട് എന്ന് നിനക്കെങ്ങനെ അറിയാം കുട്ടിയെ? അപ്പോൾ പറഞ്ഞ്, ഞാൻ നിങ്ങളെ വീട്ടിലൊരു രാത്രി നിങ്ങൾ എന്നെ താമസിപ്പിച്ചപ്പോൾ ആ രാത്രി ഞാൻ ആ കിതാബ് നോക്കി തീർത്തു. മനസ്സിലായില്ല? ഒരു രാത്രി അബൂ യൂസുഫിന്റെ വീട്ടിൽ പാർത്തിട്ടുണ്ട് ഈ കുട്ടി. ഒറ്റ രാത്രി, ഒരായുസ് മുഴുവനും പഠിക്കേണ്ട വിവരം ഒരൊറ്റ രാത്രി കൊണ്ട് പഠിച്ചു. കുട്ടി 54-ാമത്തെ വയസ്സിൽ മരിച്ചു. എത്ര?
54 വയസ്സ് മരിച്ചിട്ടുണ്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ലോകത്ത് അത്ഭുതം കാട്ടിയവരൊക്കെ ചെറിയ വയസ്സിൽ 50-ാമത്തെ വയസ്സിൽ മരിച്ചു. ഇമാം ഗസാലി അങ്ങനത്തെ ഒരാൾ ലോക ചരിത്രത്തിൽ പിന്നല്ല. 47-ാമത്തെ വയസ്സിൽ മരിച്ചു ഇമാം നവവി, അങ്ങനത്തെ ഒരാളും പിന്നല്ല. ഒക്കെ ചെറുപ്രായത്തിൽ മരിച്ചവരാ, ഒക്കെ ലോകത്ത് അത്ഭുതം കാട്ടിയ. നമ്മളിപ്പോഴും നേരാവും വിചാരിച്ച് കാത്തുത്തിരിക്കുകയാണ്. അല്ലാഹ് ഇതന്നെ പ്രശ്നം ബില്ലാഹി ലില്ലാഹി മിനല്ലാഹി ഇലല്ലാഹി മഅല്ലാഹ്. ബില്ലാഹി ലില്ലാഹി മിനല്ലാഹി ഇലല്ലാഹി മഅല്ലാഹ്. അള്ളാഹിനെ കൊണ്ട് ജീവിക്കുക, അള്ളാഹുവിലേക്ക് വരിക, അള്ളാഹുവിൽ നിന്ന് വരിക, അള്ളാഹുവിലേക്ക് പോവുക, അള്ളാഹിന്റെ കൂടെ ഉണ്ടാവുക. അല്ലാഹ് വേറെ യാതൊരു താല്പര്യം അബ്ദിനില്ല. ആ അബ്ദ് അള്ളാഹുവിന്റെ മുരീദായിരിക്കും. ഇല്ലെങ്കിൽ അബ്ദ് സ്വയം താല്പര്യത്തിന്റെ മുരീദ് ആയിരിക്കും. അള്ളാഹുവിന്റെ മുരീദായ പേടിക്കൊന്നും വേണ്ട, എല്ലാം അള്ളാഹുവിൽ നിന്നുണ്ടാവും. എല്ലാം അള്ളാഹുവിന്റെ മുരീദ. മിശമുളക്കാത്ത കാലത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് പിന്നെ ലോകം കണ്ട ഇമാം ശാഫിഈ എല്ലാം ഒഴിവാക്കി. ഇമ്മാനെയും ചെറിയ എത്ര പോകുന്ന കുട്ടിയെ നമ്മൾ ആ പ്രായത്തിൽ പറഞ്ഞേക്കൂ. മനുഷ്യന്മാരുണ്ടോ ഇല്ല, എങ്ങനെ പോണോ അറിയില്ല. പിന്നെ കുടുംബത്തിനറിയോ ഈ കുട്ടി എവിടെയുള്ളത് അറിയില്ല. മക്കേനെ പിരിഞ്ഞു, പിന്നെ അങ്ങനെ പോയി മിനേനായി കാഫിലിട്ടുന്നു, പിന്നെ പോയി അങ്ങനെ പോവന്നെ അറിയില്ല. കൊല്ലങ്ങൾ ഈ കുട്ടി ജീവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. മനസ്സിലായോ? എന്താണ് ചിന്തിക്കുക? ബൽഖായിലെ എല്ലാ അധികാരവും വിട്ടു ഇമാം ഇബ്രാഹിമിന് റളിയല്ലാഹു അൻഹു. അപ്പോഴോ അള്ളാഹു മനുഷ്യൻ രാജാവാക്കി, എല്ലാം ഒഴിവാക്കിയപ്പോൾ പിന്നെ അള്ളാഹു രാജാവാക്കി. ലോകത്തിന്റെ രാജാവ് ഇബ്രാഹിം അദ്ഹമാണ്. എന്ത് അക്കാലത്ത് ലോകത്തുള്ള അതിനേക്കാൾ വലിയ ചക്രവർത്തിമാരെ ഇനി നമ്മൾ താരീഖിൽ തപ്പണം. ആരെ തപ്പണ്ട? ഇബ്രാഹിം അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഇറാദത്തിലേക്ക് വീണുപോയ ആളാണ്. എല്ലാം ഒഴിവാക്കിയത് ആർക്ക് വേണ്ടിയാ? അപ്പോൾ ആ ആളെ മഷ്ഹൂറാക്കേണ്ടത് അള്ളാഹിന്റെ ഉത്തരവാദിത്തമാണ്. അക്കാലത്ത് അത് ചെയ്യാത്ത എത്രയോ ചക്രവർത്തിമാരുണ്ടാവും. അവര് എവിടെ ഉണ്ട്? അവരെത്ര കാലം ജീവിച്ചു? അവരാര്? നമുക്ക് താരീഖ് തപ്പണം. ആരെ തപ്പണ്ട? ഇബ്രാഹിമിന് അതുവനെ ഒരു മുമ്മിന് തപ്പേണ്ടയില്ല. എന്തുകൊണ്ട്? ഒരു മുമ്മിനായ മനുഷ്യനെ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു തപ്പേണ്ടയില്ല. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച ആളാണ്. അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചാൽ പേടിക്കണ്ട. നമ്മളെ ചിന്തിക്കുക, നമ്മൾ പണി എന്ത് എന്നുള്ളതല്ല. പണി കൊണ്ട് മനുഷ്യൻ നന്നാവൂല. പള്ളി കടന്നുറങ്ങിയതുകൊണ്ട് സ്വാലിഹാവൂല. അങ്ങാടി ജീവിച്ചുകൊണ്ട് മാസിക്കാവൂല. ലോകത്തെ കണ്ട ഔലിയാക്കന്മാരിൽ വലിയൊരു കുടുംബം അങ്ങാടിയിൽ ജീവിച്ചവരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഔലിയാക്കന്മാരുള്ള അങ്ങാടി ബോംബെയാണ്. ഏറ്റവും തമ്മാടിത്തം നടക്കുന്ന നാടും അങ്ങാടിയും ബോംബെ തന്നെയാണ്. ഏറ്റവും ഔലിയാക്കൾ പോയി ജീവിച്ച് മരിച്ച നാടും ബോംബെ തന്നെയാണ്. ബോംബെയിൽ എത്ര ആരിഫ്യങ്ങൾ ജീവിച്ച് മരിച്ചു. മനസ്സിലായോ പറഞ്ഞത്? അവരാരും ശ്രദ്ധിക്കൂല. ഒരു ഗ്രാമത്തിൽ ഒരാൾ വന്ന് ജീവിച്ച ആളുകൾ ശ്രദ്ധിക്കും. അയാൾക്ക് വിഭാഗത്തെടുക്കാൻ നേരം കിട്ടൂല. ബോംബെയിലോ ആരും നോക്കൂല. മനസ്സിലായില്ലേ? ആളെ മുന്നിലോ ആളാവണ്ട. ആരും അന്വേഷിച്ച് നടക്കൂല. പള്ളിയിലുള്ളിൽ ഇരുന്നത് കൊണ്ട് ഒരാൾ മുമ്മിനായിക്കൊള്ളണമെന്നില്ല. അങ്ങാടിയിൽ ഇരുന്നത് കൊണ്ട് ഫാസിഖായിക്കൊള്ളും എന്നുമില്ല. അല്ലാഹു ഉണ്ടോ മുമ്മിനോ? അല്ലാഹു ഇല്ലേ ഫാസിഖ്. മാനദണ്ഡം അവന്റെ കൽബിലുണ്ടോ? അല്ലാഹു ഉണ്ടോ? അല്ലാഹു ഇല്ലേ എന്നത് മാത്രമാണ്. കൽബിൽ അല്ലാഹു ഉണ്ടോ? ലോകത്ത് നന്മ ചെയ്തവരെല്ലാം തിന്മ ചെയ്തവരാണ്. 20-ാം നൂറ്റാണ്ടിൽ 19-20 നൂറ്റാണ്ടുകൾ പരിശോധിച്ച് നോക്കിയാൽ ആരാണോ തിന്മ ചെയ്തത്, ആരാണോ നന്മ ചെയ്തത്, അയാൾ മറ്റൊരു സൈഡിൽ തിന്മയാണ്. പുറത്ത് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ചില ആളുകളെ ചരിത്രം പഠിക്കുമ്പോൾ ചരിത്രത്തിന് 2 ഭാഷ. ചിലപ്പോൾ നന്മ ചെയ്തിട്ടുണ്ട്, അതേസമയത്ത് അവർ തിന്മയുടെ അങ്ങേയറ്റത്തിൽ കിടക്കുകയാണ്. അത് എന്തുകൊണ്ട്? അവർ അള്ളാഹുവിൻ്റെ ആളുകളെല്ലാം നന്മ ചെയ്യും തിന്മ ചെയ്യും. അള്ളാഹുവിൻ്റെ ആളാണെങ്കിലോ അള്ളാഹുവിൻ്റെ ആളിൽ നിന്ന് നന്മയേ ഉണ്ടാകൂ, തിന്മ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അബദ്ധം സംഭവിക്കൂലേ? അബദ്ധം സംഭവിക്കാം. പക്ഷെ ആ അബദ്ധത്തിന് ഒരു ദോഷകരമായ പരിണിതി, ഒരു ദുരന്തമായിട്ടൊന്നും ലോകത്തെ ബാധിക്കൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്ക്. ഇതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു ആപത്ത് ഉണ്ടാകൂല. അവൻ്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു ആപത്ത് ഉണ്ടാകൂല. ചിന്തിക്ക്. വളരെ ഉണ്ടാവില്ല. ചിന്തിക്ക്. ദുരന്തം ഉണ്ടാവില്ല. ലോകത്തിന് അപകടമുണ്ടാകുന്ന ഒരു ദുരന്തം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അള്ളാഹു അവനെ സംരക്ഷിക്കും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹുവിനല്ലാതെ ഒരാളെയും ശുദ്ധീകരിക്കാൻ കഴിയുകയില്ല. അവന്റെ താല്പര്യത്തിന് വേണ്ടി നിന്ന് കൊടുക്കുക. അവന് വേണ്ടിയല്ലാതെ നമ്മെ പടച്ചിട്ടില്ല.
നമ്മെ അവന് വേണ്ടി പടച്ചതാ, വേറൊരു താല്പര്യമില്ല. എന്നാൽ നമ്മുടെ അളവിലെടുക്കുന്നതിന് വിരോധമില്ല. പക്ഷെ അവനായിട്ടാണ് നമ്മെ പടച്ചിട്ടുള്ളത്. നമ്മളെ പടച്ചത് അവന് വേണ്ടിയാണ്. ചിന്തിക്ക്, ഈ ഫാനെ പടച്ചത് ഇന്റെ സുഖത്തിനാണ്. ഫാന് ചൂടായാലും ചൂടായിട്ടില്ലെങ്കിലും ചിലപ്പോൾ എനിക്ക് വേണ്ടി കാറ്റ് തരാൻ ഇത് നിർത്തിയിട്ട് ഇതുമല്ലൊന്ന് കൈവച്ച് നോക്കി, അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അത് എനിക്ക് വേണ്ടി സേവനം ചെയ്യുക ഈ ഫാന്. 1 മണിക്കൂർ, എന്നിട്ടത് ഓഫാക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ വെച്ച് നോക്കൂ, എന്തുണ്ടാവും? ഭയങ്കര ചൂടുണ്ടാവും. അതിൻ്റെ ചൂട് അതിന് പ്രശ്നമില്ല, അതിനാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, അതിന് വേണ്ടി സേവനം ചെയ്യുക. ഈ ഒരു ബോധം നമുക്കില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നമ്മൾ തണുപ്പ് അനുഭവിക്കും, ഫാനോ ചൂടനുഭവിക്കും. നമ്മൾ മുറിയിൽ AC ഇട്ട് നല്ല പുതച്ച് ഒരു പുതപ്പ് പൊതി അതിട്ട് മറ്റൊരു പുതപ്പും കൂടി ഇട്ടിട്ട് വളരെ കെട്ടി മുറുക്കിയിട്ട് തണുപ്പിൻ്റെ ഉള്ളിൽ കിടക്കും. നേരെ ആ AC ബാക്ക് ഭാഗത്തൊന്ന് പോയി നിന്ന് കൊടുക്കുക. എന്തായിരിക്കും അവസ്ഥ? പറ. ഭയങ്കര ചൂടായിരിക്കും. നമുക്ക് വേണ്ടി അത് തിളക്കും. ഈ പ്രകൃതി വസ്തുക്കളൊക്കെ അങ്ങനെയാണ്. ആർക്ക് വേണ്ടിയാണോ അതിനെ സംവിധാനിക്കപ്പെട്ടത്, ആ വസ്തുവിൻ്റെ സുഖത്തിന് വേണ്ടി അത് സ്വയം ത്യാഗം ചെയ്യലാണ് ഈ ലോകത്തെ എല്ലാ വസ്തുവും. മനുഷ്യനൊഴികെ. മനുഷ്യൻ അവനെ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയോ ആ താല്പര്യമില്ല. ഒരു താല്പര്യം ഉണ്ടാവില്ല. നമ്മളെങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ റബ്ബിനെ കുറ്റപ്പെടുത്തൂലെങ്കിലും കുറ്റപ്പെടുത്തും. നമ്മൾ കുറ്റപ്പെടുത്തൂലെങ്കിലും കുറ്റപ്പെടുത്തും. എന്താ കുറ്റപ്പെടുത്തുക? അങ്ങനെ 2-3 വട്ടം ഗൾഫ് പോയി, ഒരു ഗുണം പിടിച്ചില്ല. അപ്പോൾ കുറ്റപ്പെടുത്തി ആര്? ഒരു വട്ടം പോയി അങ്ങനെ കുത്തിമറിഞ്ഞ് പോന്ന്, പിന്നെയും പോയി. 2-3 വട്ടം പോയി. നമ്മളെ പെണ്ണുങ്ങളെ പണ്ടൊക്കെ പോയി എന്നല്ലാതെ ഗുണം പിടിച്ചില്ല. അപ്പോൾ കുറ്റപ്പെടുത്തിയാരെ? അള്ളാനെ പറയണ്ട. ഇപ്പം അമ്മൂശാക്കാൻ്റെ മുന്നിൽ ഇരുന്നാൾ പറയാം, ഞാൻ പെണ്ണിട്ടിട്ട് 5-8 കൊല്ലം, പക്ഷെ ഒരു കാര്യമൊന്നും ഉണ്ടായില്ല. 5-8 കൊല്ലം, പക്ഷെ ഒരു സുഖമൊന്നും ജീവിതത്തിൽ ഉണ്ടായില്ല. 5-8 കൊല്ലം അങ്ങനെ കഴിഞ്ഞു പോയി എന്നല്ലാതെ ഒരു സുഖമൊന്നും ജീവിതത്തിൽ ഉണ്ടായില്ല എന്ന് അമ്മൂശാക്കാൻ്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തിയതാരെ? എൻ്റെ കാക്ക നിങ്ങളാണ് എന്നെ കുടിക്കുകയെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ. കുറ്റപ്പെടുത്തത് അവിടെ ആരെ? അമ്മൂശാക്കാനെ. ഇതന്നെ നമ്മളെ വിഷയം. കച്ചവടം പൊളിഞ്ഞു, അൽഹംദുലില്ലാ, അതായിരിക്കും എനിക്ക് ഖൈറ്. എൻ്റെ റബ്ബ് എനിക്ക് ഖൈറായി ചെയ്യൂ. ഇതങ്ങനെ എന്തിച്ചാൽ അങ്ങനെ എന്തിച്ചു പറഞ്ഞാൽ കച്ചവടം പൊളിഞ്ഞു, എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ്, അതായിരിക്കും ഖൈറ്. കടമാണ്, ആയിക്കോട്ടെ, റബ്ബ് വീട്ടിൽ തരും, ബേജാറാവണ്ട, അതായിരിക്കും ഖൈറ്. മനസ്സിലായോ? ചില ബുദ്ധിമുട്ട് സാരല്ല, എന്നാലും അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്, അതായിരിക്കും ഖൈറ്. ആദ്യം അത് ചിന്തിക്കുക. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. അല്ലാഹു അക്ബറിന് രസമുണ്ടാവും. മനസ്സിലായില്ലേ? പറ. അല്ലാഹു അക്ബറിന് ഭയങ്കര രസമുണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സറിയാം, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അങ്ങനെ ചിന്തിക്കുക. ഒന്നാം ഭാഗം അതാണ്. നമ്മളോ ഏത് കുണ്ടിൽ വീണാലും അതാണ് എനിക്ക് ഖൈറ് എന്നാണ് വിചാരിക്കുക. ഖൈറാണ്, എനിക്കതാണ് നല്ലത്. ഞാൻ പൊളിഞ്ഞു, പൊട്ടി, അതായിരിക്കും ഖൈറ്. അതായിരിക്കും എനിക്ക് ഖൈറ്. എൻ്റെ റബ്ബ് എനിക്ക് ഖൈറായി ചെയ്യും, അതായിരിക്കും ഖൈറ്. എൻ്റെ റബ്ബിനെ രക്ഷപ്പെടുത്തും, എൻ്റെ റബ്ബെന്നെ രക്ഷപ്പെടുത്തും എന്ന് ഉറപ്പിക്കുക. റബ്ബ് നീതിമാനല്ലേ? റബ്ബ് നീതിമാനാണ്. ചിന്തിക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. നമ്മൾ ബേജാറാവേ വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വലിച്ചെറിയും, നമ്മളെ ഒന്നല്ലാതെ വലിച്ചെറിയും എന്ന് ചിന്തിക്കണ്ട. കാരണം റബ്ബ് നീതിമാനാ. അല്ലാഹു നീതിമാനാണ്. അല്ലാഹു ഒരിക്കലും നീതികേട് ചെയ്യുകയില്ല. നമുക്ക് മാത്രമേ പിഴവുള്ളൂ. ഈ കോലത്തിലൊക്കെ നമ്മൾ നന്നായിട്ടും റബ്ബ് നമ്മളെ ഒഴിവാക്കും എന്ന് വിചാരിക്കണ്ട. എന്തുകൊണ്ട്? നമ്മൾ നന്നായിട്ടുണ്ടാവില്ല എന്നേ വരുള്ളൂ. റബ്ബ് ഒരിക്കലും നല്ലതിന് ഒരു ദോഷം കൊണ്ട് അതിന് പ്രതികരണം ഉണ്ടാവില്ല. റബ്ബ് നന്മയെ ചെയ്യുള്ളൂ. റബ്ബ് നീതിമാനായ റബ്ബാണ്. അല്ലാഹു തആല അവൻ്റെ നീതി അനുഭവിക്കുന്ന ഇത് സ്വന്തം അറിഞ്ഞനുഭവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവൻ നീതിമാനാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു പോകും, റബ്ബിൻ്റെ താല്പര്യത്തിലേക്ക് തിരിച്ചു പോകും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബാണ്, റബ്ബിലേക്ക് ലയിക്കുക, റബ്ബിലൂടെ വരിക, റബ്ബിലേക്ക് പോകും. എന്ത് സംഭവം അതിനർത്ഥം കച്ചവടം വേണ്ടെന്നല്ല, ജോലി വേണ്ടെന്നല്ല, അതൊക്കെ റബ്ബിൻ്റെ താല്പര്യം. റബ്ബാണ് താല്പര്യം. ഒരു പലിശയുടെ ഏർപ്പാടുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു മനുഷ്യനെ ജോലി പലിശ ഖൈറാണോ ഉസ്താദ്? അല്ല. എൻ്റെ അവസ്ഥ ഉണ്ട്, ഞാൻ രാജിച്ചാലോ? രാജിച്ചു. അപ്പോൾ നാട്ടുകാരൊക്കെ കുറ്റപ്പെടുത്തി. എന്തുകൊണ്ട്? 10-40,000 ഉറുപ്പിക 10 കൊല്ലം മുമ്പ് മാസത്തിൽ കിട്ടിയിരുന്നതാണ് ഒഴിവായി. നാട്ടുകാരൊക്കെ കുറ്റപ്പെടുത്തി.
ചോന് പ്രശ്നം തോന്നിയില്ല, ആർക്ക് വേണ്ടി ഒഴിവാക്കി? അള്ളാഹു. പിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തി. അങ്ങനെ തന്നെ അള്ളാഹു ചിന്തിക്കും. നേരെ മറിച്ച് അവിടെ നിങ്ങൾ ചിന്തിക്കണം. അതേസമയത്ത് ആ പലിശയുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ പിന്നെ പെൻഷൻ ഉണ്ടാവും, പിന്നെ പലതും ഉണ്ടാവും. പിന്നെ ഒരു പെൻഷനും ഇല്ല, ഒന്നുമില്ല. തവക്കുലുണ്ട്, കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ ആരുണ്ട്? അള്ളാഹു ഉണ്ട്, പേടിക്കണ്ട. മനസ്സിലായില്ലേ? എൻ്റെ റബ്ബ് എനിക്ക് ഖൈറേ ചെയ്യൂ എന്ന ഒരു ഉറപ്പിൽ നിന്നല്ലാതെ അബ്ദിന് ജയിക്കാൻ കഴിയുകയില്ല. അബ്ദിന് യാതൊന്നും സംഭവിക്കും. അബ്ദ് വീഴും. അബ്ദ് വീഴൂലേ? ദ്രവിച്ചു പോയ ഒരു പാലത്തിലൂടെ അബ്ദ് നടന്നു പോയാൽ അബ്ദ് വീഴൂലേ? പാലം പൊളിഞ്ഞോളും, വീഴും. പക്ഷേ ആ അബ്ദിന് അതായിരിക്കും ഖൈർ. അതൊരു ഖൈറിലെത്തും. 10-25 വയസ്സായ മകളെക്കാലം വരെ കെട്ടിച്ചിട്ടില്ല. കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു വിഷമമുണ്ട്, ആരും ഞാൻ റബ്ബ് നടത്തിത്തരും എന്നുണ്ട്. അങ്ങനെയാണ് കുറെ കാലം കഴിഞ്ഞു. അപ്പോഴാണ് നടന്നു പോയപ്പോൾ ഒരു പാലം അടക്കം പൊളിഞ്ഞ് അയാൾ നേരെ പോയേക്ക് വീണു. പിന്നെ ഓർമ്മയില്ല. പിന്നെ ഓർമ്മ വെക്കുന്നത് ആശുപത്രിയിലെ കിടക്കില്ല, അപ്പുറത്തൊരാൾ അങ്ങനെ 3-4 ആളുണ്ട് ഇങ്ങനെ കിടക്കുക. അപ്പം ഇങ്ങനെ വർത്താനം തുടങ്ങി പറഞ്ഞ് സംസാരിച്ചു. ചങ്ങന്മാരായപ്പോൾ എന്ത് ചെയ്തു? പാപ്പാനെ കാണാൻ വേണ്ടി 25 വയസ്സായി ഈ മോളും വന്നു, കുട്ടികളൊക്കെ വന്നു. അപ്പോൾ അപ്പുറത്തെ കിടക്കുന്ന മനുഷ്യന് കണ്ടു, എൻ്റെ ചെക്കന് പറ്റിയൊരു പുതിയണ്ണാണല്ലോ, അങ്ങനെ വയസ്സേറിയിട്ട് നല്ല പുതിയണ്ണ കിട്ടൂല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നല്ല പുതിയണ്ണാണല്ലോ, അൽഹംദുലില്ലാ. കുട്ടി പോയ ഉടനെ തന്നെ അന്വേഷിച്ചു, മെല്ലെ ചോദിച്ച് ചിരിച്ച്, നമുക്ക് നോക്കാം, അത് പറ്റി എന്നാ പിന്നെ നമുക്ക് ബാക്കി കാര്യം ആലോചിക്കാം. ചുരുക്കത്തിൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതോടുകൂടെ കല്യാണം നടന്നു. അപ്പം എന്തായി? പാലം പൊളിഞ്ഞാടിയതുകൊണ്ട് പറയടാ, മകളെ കെട്ടിച്ചു. പാലം പൊളിഞ്ഞാടിയിട്ടില്ലെങ്കിൽ പറയടാ, പാലെങ്ങാനും പൊളിഞ്ഞാടിയിട്ടില്ലെങ്കിൽ ഇതറിഞ്ഞ വേറൊരാൾ പൊളിഞ്ഞാടാൻ പറ്റിയ പാലം നോക്കി നടക്കും. മനസ്സിലായില്ല? 25 വയസ്സായ ഇയാളെ മകളെ ഇതിലാണ് കെട്ടിച്ച്. അപ്പൊ ഈ കല്യാണത്തിന് 26 വയസ്സായ വേറൊരുത്തന്റെ മകളെ ബാപ്പ വന്നാൽ ചോദിക്കും, എന്തിപ്പോ എങ്ങനെ കല്യാണം? ഒന്നും പറയണ്ട, അത് ഞാൻ ആ പാലത്തും കൂടെ പോയാ അത് പൊളിഞ്ഞാടി. പിന്നെ എനിക്ക് ബോധം ഉണ്ടായില്ല. പിന്നെ കണ്ട് ആശുപത്രി കിടക്കുമ്പോൾ ഒരാളുണ്ട് മുന്നിൽ, നല്ലൊരു മനുഷ്യനാ, നല്ല വർത്താനം കൂട്ടം ദീനും. മകനെ കണ്ട് അവൻ തിരക്കടില്ല. എനിക്കൊന്നും തോന്നിയ പിന്നെ നമ്മളെ കുട്ടിക്ക് 10-24 വയസ്സായില്ലേ. ഏതായാലും അതായിമോണ്ട് ഉറച്ചി. പിന്നെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കാൻ നോക്കി, പെട്ടെന്ന് കല്യാണം നടന്നു. അൽഹംദുലില്ലാ. ആ കല്യാണം കഴിഞ്ഞ് പല്ലു കുത്തി തിരിച്ചു പോകുമ്പോൾ മറ്റേ 26 വയസ്സുകാരി ആയ പെണ്ണിന്റെ വാപ്പാക്ക് തോന്നുന്ന, പഠിച്ചോനെ ഈ ജാതിരി പാലം എനിക്ക് കിട്ടിയെങ്കിൽ ഇത് റബ്ബാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? എന്ത് പ്രശ്നം ഉണ്ടായാലും അവസാനം മസ്ലഹത്ത് എത്തിക്കുന്നവൻ ആരാണ്? അവനെ വിശ്വസിച്ചാലേ പേടിക്കണ്ട.